പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് ക്വിസ് 2024 പഠനഭാഗമായ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ആമുഖഭാഗത്തിലെയും 1-ാം അധ്യായത്തിലെയും 35ഓളം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എല്ലാവരും ഇത് കേട്ട് പഠിക്കുന്നതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കണം കേട്ടോ. ഇനി നമുക്ക് ക്വിസിലോട്ട് കടക്കാം. 1-ാമത്തെ ചോദ്യം, വന്നു കാണുക എന്ന് അധ്യായം 1 പറയുന്നത് ആരല്ല? ഓപ്ഷൻ എ യേശു പീലിപ്പോസ്, ഓപ്ഷൻ ബി യേശു നഥാനിയേൽ, ഓപ്ഷൻ സി യേശു യോഹന്നാൻ. ആൻസർ ഓപ്ഷൻ എ യേശു പീലിപ്പോസ്. 2-ാമത്തെ ചോദ്യം, ഗലീലയിലേക്ക് പോകാനൊരുങ്ങുന്ന യേശു പീലിപ്പോസിനോട് എന്താണ് പറഞ്ഞത്? ഓപ്ഷൻ എ നമുക്ക് പോകാം, ഓപ്ഷൻ ബി എന്നെ അനുഗമിക്കുക, ഓപ്ഷൻ സി മറ്റുള്ളവർ എവിടെ. ആൻസർ ഓപ്ഷൻ ബി എന്നെ അനുഗമിക്കുക. 3-ാമത്തെ ചോദ്യം, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് നിൽക്കുമ്പോൾ യേശുവിനെ കണ്ട് എന്താണ് പറഞ്ഞത്? ഓപ്ഷൻ എ ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഓപ്ഷൻ ബി ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഓപ്ഷൻ സി ഇതാ രക്ഷകൻ. ആൻസർ ഓപ്ഷൻ ബി ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. 4-ാമത്തെ ചോദ്യം, യോഹന്നാൻ എന്തിനായിട്ടാണ് വന്നത്? ഓപ്ഷൻ എ യേശുവിൻ്റെ മുന്നോടിയായി, ഓപ്ഷൻ ബി സാക്ഷ്യം നൽകാൻ, ഓപ്ഷൻ സി വെളിച്ചമായി. ആൻസർ ഓപ്ഷൻ ബി സാക്ഷ്യം നൽകാൻ. 5-ാമത്തെ ചോദ്യം, യേശു തന്നെ സ്വീകരിച്ചവർക്കെല്ലാം എന്തിനുള്ള കഴിവ് നൽകി? ഓപ്ഷൻ എ തന്നെ വിശ്വസിക്കാൻ, ഓപ്ഷൻ ബി ദൈവമക്കളാകാൻ, ഓപ്ഷൻ സി സാക്ഷ്യം നൽകാൻ. ഉത്തരം ഓപ്ഷൻ ബി ദൈവമക്കളാകാൻ. 6-ാമത്തെ ചോദ്യം, യേശു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെ? ഓപ്ഷൻ എ 1:51, ഓപ്ഷൻ ബി 1:48, ഓപ്ഷൻ സി 1:39. ആൻസർ ഓപ്ഷൻ എ 1:51. 7-ാമത്തെ ചോദ്യം, മിശിഹ എന്ന പദം ഏത് ഭാഷയിലാണ്? അതിൻ്റെ അർത്ഥമെന്ത്? ഓപ്ഷൻ എ ഗ്രീക്ക് അഭിഷിക്തൻ, ഓപ്ഷൻ ബി ഹീബ്രു അഭിഷിക്തൻ, ഓപ്ഷൻ സി അറമായ രക്ഷകൻ. ഉത്തരം ഓപ്ഷൻ ബി ഹീബ്രു അഭിഷിക്തൻ. 8-ാമത്തെ ചോദ്യം, പീലിപ്പോസ് ആരോടാണ് ഞങ്ങൾ യേശുവിനെ കണ്ടു എന്ന് പറഞ്ഞത്? ഓപ്ഷൻ എ ശിമയോനോട്, ഓപ്ഷൻ ബി അന്ത്രയോസിനോട്, ഓപ്ഷൻ സി നഥാനിയേലിനോട്. ഉത്തരം ഓപ്ഷൻ സി നഥാനിയേലിനോട്. 9-ാമത്തെ ചോദ്യം, യേശുവിൻ്റെ പിന്നാലെ വരുന്ന 2 ശിഷ്യന്മാരോട് യേശു എന്താണ് ചോദിച്ചത്? ഓപ്ഷൻ എ എങ്ങോട്ട് പോകുന്നു, ഓപ്ഷൻ ബി എവിടെയാണ് വസിക്കുന്നത്, ഓപ്ഷൻ സി എന്ത് അന്വേഷിക്കുന്നു. ആൻസർ ഓപ്ഷൻ സി എന്തന്വേഷിക്കുന്നു. 9-ാമത്തെ ചോദ്യം, യേശുക്രിസ്തു വഴി ഉണ്ടായത് എന്താണ്? ഓപ്ഷൻ എ സത്യവും നീതിയും, ഓപ്ഷൻ ബി കൃപയ്ക്കുമേൽ കൃപ, ഓപ്ഷൻ സി കൃപയും സത്യവും. ഉത്തരം ഓപ്ഷൻ സി കൃപയും സത്യവും. 11-ാമത്തെ ചോദ്യം, യോഹന്നാൻ്റെ സുവിശേഷം എഴുതപ്പെട്ടത് എവിടെ വെച്ചത്? ഓപ്ഷൻ എ റോമായിൽ, ഓപ്ഷൻ ബി ഗ്രീസിൽ, ഓപ്ഷൻ സി എഫേസൂസിൽ. ഉത്തരം ഓപ്ഷൻ സി എഫേസൂസിൽ. 12-ാമത്തെ ചോദ്യം, യോഹന്നാൻ്റെ സുവിശേഷം എഴുതപ്പെട്ട വർഷം ഏത്? ഓപ്ഷൻ എ AD 95, ഓപ്ഷൻ ബി AD 70, ഓപ്ഷൻ സി AD 75. ഉത്തരം ഓപ്ഷൻ എ AD 95. 13-ാമത്തെ ചോദ്യം, യേശു ആരെന്നാണ് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ എ മനുഷ്യപുത്രൻ, ഓപ്ഷൻ ബി ദൈവപുത്രൻ, ഓപ്ഷൻ സി രക്ഷകൻ. ഉത്തരം ഓപ്ഷൻ ബി ദൈവപുത്രൻ. ക്വസ്റ്റ്യൻ നമ്പർ 14, യേശുവിനെക്കുറിച്ച് യോഹന്നാൻ്റെ സാക്ഷ്യം ഏതു വാക്യങ്ങളിലാണ്? ഓപ്ഷൻ എ അധ്യായം 1 35 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ, ഓപ്ഷൻ ബി അധ്യായം 1 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, ഓപ്ഷൻ സി അധ്യായം 1 19 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ഉത്തരം ഓപ്ഷൻ സി അധ്യായം 1
19 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. 15-ാമത്തെ ചോദ്യം, യോഹന്നാൻ സ്നാനം നൽകിയ സ്ഥലം. ഓപ്ഷൻ എ ജോർദാൻ, ഓപ്ഷൻ ബി ജെറുസലേം, ഓപ്ഷൻ സി ബഥാനിയ. ഉത്തരം ഓപ്ഷൻ എ ജോർദാൻ. 16-ാമത്തെ ചോദ്യം, യോഹന്നാൻ ആരാണ് എന്ന് ചോദിക്കാൻ യഹൂദർ ആരെയാണ് അയച്ചത്? ഓപ്ഷൻ എ പുരോഹിതർ ഫരിസയർ, ഓപ്ഷൻ ബി പുരോഹിതർ ലേവ്യർ, ഓപ്ഷൻ സി ലേവ്യർ. ഉത്തരം ഓപ്ഷൻ ബി പുരോഹിതർ ലേവ്യർ. 17-ാമത്തെ ചോദ്യം, ഞാൻ ക്രിസ്തുവല്ല എന്ന് യോഹന്നാൻ പ്രഖ്യാപിച്ചത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ എ ജെറുസലേം, ഓപ്ഷൻ ബി ജോർദാൻ, ഓപ്ഷൻ സി ബഥാനിയ. ഉത്തരം ഓപ്ഷൻ സി ബഥാനിയ. 18-ാമത്തെ ചോദ്യം, ആദ്യ ശിഷ്യന്മാർ ആരെല്ലാമാണ്? ഓപ്ഷൻ എ അന്ത്രയോസ് പീലിപ്പോസ്, ഓപ്ഷൻ ബി ശിമയോൻ അന്ത്രയോസ്, ഓപ്ഷൻ സി പീലിപ്പോസ് നഥാനിയേൽ. ഉത്തരം ഓപ്ഷൻ ബി ശിമയോൻ അന്ത്രയോസ്. 19-ാമത്തെ ചോദ്യം, യോഹന്നാൻ ജലം കൊണ്ട് സ്നാനം നൽകിയത് എന്തിനു വേണ്ടി? ഓപ്ഷൻ എ യേശുവിനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ, ഓപ്ഷൻ ബി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് കാണാൻ, ഓപ്ഷൻ സി ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ. ഉത്തരം ഓപ്ഷൻ എ യേശുവിനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ. 20-ാമത്തെ ചോദ്യം, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അധ്യായവും വാക്യവും പറയുക. ഓപ്ഷൻ എ അധ്യായം 1 16-ാമത്തെ വാക്യം, ഓപ്ഷൻ ബി അധ്യായം 1 14-ാമത്തെ വാക്യം, ഓപ്ഷൻ സി അധ്യായം 1 12-ാമത്തെ വാക്യം. ഉത്തരം ഓപ്ഷൻ ബി അധ്യായം 1 14-ാമത്തെ വാക്യം. 21-ാമത്തെ ചോദ്യം, ശിമയോൻ ആരുടെ പുത്രനാണ്? ഓപ്ഷൻ എ പീലിപ്പോസ്, ഓപ്ഷൻ ബി യോഹന്നാൻ, ഓപ്ഷൻ സി അന്ത്രയോസ്. ഓപ്ഷൻ ബി യോഹന്നാൻ. 22-ാമത്തെ ചോദ്യം, വന്നു കാണുക എന്ന് പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ ഏവ? ഓപ്ഷൻ എ അധ്യായം 1 39, അധ്യായം 1 46. ഓപ്ഷൻ ബി അധ്യായം 1 40-ാമത്തെ വാക്യം, അധ്യായം 1 37-ാമത്തെ വാക്യം. ഓപ്ഷൻ സി അധ്യായം 1 18-ാമത്തെ വാക്യം, അധ്യായം 1 26-ാമത്തെ വാക്യം. ഉത്തരം ഓപ്ഷൻ എ 1 39 1 46. 23-ാമത്തെ ചോദ്യം, നസ്രത്തിൽ നിന്നും എന്തെങ്കിലും നന്മയുണ്ടാകുമോ എന്ന് പറഞ്ഞത് ആര്? ഓപ്ഷൻ എ പീലിപ്പോസ്, ഓപ്ഷൻ ബി നഥാനിയേൽ, ഓപ്ഷൻ സി അന്ത്രയോസ്. ഉത്തരം ഓപ്ഷൻ ബി നഥാനിയേൽ. 24-ാമത്തെ ചോദ്യം, അധ്യായം 1:10 ലോകം എന്ന വാക്ക് എത്ര പ്രാവശ്യമുണ്ട്? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4. ഉത്തരം ഓപ്ഷൻ ബി 3. 25-ാമത്തെ ചോദ്യം, കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് പ്രവചിച്ചത് ആര്? ഓപ്ഷൻ എ മലാക്കി, ഓപ്ഷൻ ബി ജെറമിയ, ഓപ്ഷൻ സി ഏശയ്യ. ഉത്തരം ഓപ്ഷൻ സി ഏശയ്യ. 26-ാമത്തെ ചോദ്യം, ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന ശീർഷകത്തിലെ വാക്യങ്ങൾ ഏവ? ഓപ്ഷൻ എ 1 അധ്യായം 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ, ഓപ്ഷൻ ബി 1-ാം അധ്യായം 19 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ, ഓപ്ഷൻ സി 1-ാം അധ്യായം 29 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ 1-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. 27-ാമത്തെ ചോദ്യം, 1-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങൾ ഉണ്ട്, എത്ര വാക്യങ്ങളുണ്ട്? ഓപ്ഷൻ എ 5 ശീർഷകങ്ങൾ 51 വാക്യങ്ങൾ, ഓപ്ഷൻ ബി 4 ശീർഷകങ്ങൾ 50 വാക്യങ്ങൾ, ഓപ്ഷൻ സി 4 ശീർഷകങ്ങൾ 51 വാക്യങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ 5 ശീർഷകങ്ങൾ 51 വാക്യങ്ങൾ. 28-ാമത്തെ ചോദ്യം, 1-ാം അധ്യായത്തിൽ യോഹന്നാനിൽ മാത്രമുള്ള ശീർഷകങ്ങൾ എത്ര? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4. ഓപ്ഷൻ സി 4. 29-ാമത്തെ ചോദ്യം, 1-ാം അധ്യായത്തിൽ ആമുഖവചനങ്ങൾ എവിടെ വരെ? ഓപ്ഷൻ എ അധ്യായം 1 മുതൽ 12 വരെ, ഓപ്ഷൻ ബി അധ്യായം 1 മുതൽ 18 വരെ, ഓപ്ഷൻ സി അധ്യായം 1 മുതൽ 20 വരെ. ഉത്തരം ഓപ്ഷൻ ബി
അധ്യായം 1 1 മുതൽ 18 വരെ. 30-ാമത്തെ ചോദ്യം, 4-ാം സുവിശേഷത്തെ എത്ര ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 5. ഉത്തരം ഓപ്ഷൻ ബി 2. 31-ാമത്തെ ചോദ്യം, 1-ാം വാക്യത്തിൽ വചനം എന്ന വാക്ക് എത്ര പ്രാവശ്യമുണ്ട്? ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4. ഉത്തരം ഓപ്ഷൻ ബി 3. 32-ാമത്തെ ചോദ്യം, ദൈവത്തെ ആരാണ് വെളിപ്പെടുത്തിയത്? ഓപ്ഷൻ എ യോഹന്നാൻ, ഓപ്ഷൻ ബി പിതാവ്, ഓപ്ഷൻ സി ദൈവം തന്നെയായ ഏകജാതൻ. ഉത്തരം ഓപ്ഷൻ സി ദൈവം തന്നെയായ ഏകജാതൻ. 33-ാമത്തെ ചോദ്യം, അധ്യായം 1:23 പഴയ നിയമഭാഗം ഏത്? ഓപ്ഷൻ എ യേശയ്യ 4:3, ഓപ്ഷൻ ബി ജെറമിയ 4:3, ഓപ്ഷൻ സി മലാക്കി 5:1. ഉത്തരം ഓപ്ഷൻ എ യേശയ്യ 4:3. 34-ാമത്തെ ചോദ്യം, നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ എന്ന് യേശു പറഞ്ഞത് ആരെക്കുറിച്ച്? ഓപ്ഷൻ എ പീലിപ്പോസ്, ഓപ്ഷൻ ബി യോഹന്നാൻ, ഓപ്ഷൻ സി നഥാനിയേൽ. ഉത്തരം ഓപ്ഷൻ സി നഥാനിയേൽ. 35-ാമത്തെ ചോദ്യം, കേപ്പ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ഓപ്ഷൻ എ പാറ, ഓപ്ഷൻ ബി കൃപ, ഓപ്ഷൻ സി സത്യം. ഉത്തരം ഓപ്ഷൻ എ പാറ. അങ്ങനെ 35 ഉത്തരങ്ങളുമാണ് നാം ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും പഠിച്ച് ലോഗോസ് ക്വിസിന് തയ്യാറാവുക. താങ്ക് യു വെരി മച്ച്.